നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബൊളോഞ്ഞയെ പരാജയപ്പെടുത്തുമ്പോൾ അവർക്ക് വേണ്ടി അലക്സിസ് മാക്കലിസ്റ്ററും മുഹമ്മദ് സലായുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. സല ഈ ഗോളോടുകൂടി ഇപ്പോൾ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ആഫ്രിക്കൻ പ്ലെയേഴ്സിന് ഏറ്റവും അധികം യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡ് സാക്ഷാൽ ദിദിയർ ദ്രോഗ്ബയിൽ നിന്ന് ഇപ്പൊ സല സ്വന്തമാക്കിയിരിക്കുന്നു. സമൂൽ ഏറ്റു 30 ഗോളുകളുമായിട്ട് ഈ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്താണ്. ദിദിയർ ഡ്രോഗ്ബ 44 ഗോളുകളുമായിട്ട് 1-ാമതായിരുന്നു. അദ്ദേഹത്തെയാണ് ഇപ്പോൾ മുഹമ്മദ് സലാ മറികടന്നിരിക്കുന്നത്. സലാഹിനിപ്പോ 45 ഗോളുകളായി മാറിയിട്ടുണ്ട്. സോ ഈജിപ്ഷ്യൻ കിങ് പൊളിച്ചെടുക്കുന്ന കാഴ്ച അദ്ദേഹം അത് തുടരുകയും ചെയ്യുന്നു. അതേസമയം വേൾഡ് കപ്പിൽ അടക്കം മിന്നി കത്തിയിട്ടുള്ള അലക്സിസ് മാക്കലിസ്റ്റർ ഇതാ ലിവർപൂളിനായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ അടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ UCL ഗോളാണിത് എന്ന കാര്യം കൂടി അറിയുക. കളിയുടെ 11-ാമത്തെ മിനിറ്റിലായിരുന്നു മാക്കലിസ്റ്ററുടെ ഗോളെങ്കിൽ 2-ാം പകുതിയിൽ 75-ാമത്തെ മിനിറ്റിലാണ് മുഹമ്മദ് സല ഗോൾ അടിച്ചത്. ഈ 2 ഗോളുകളുടെ ബലത്തിൽ ഏകപക്ഷീയമായ 2 ഗോളിന്റെ വിജയം ബൊളോഞ്ഞയ്ക്ക് മേൽ ലിവർപൂൾ നേടുകയും ചെയ്തു. കളിച്ച 2 കളികളും വിജയിച്ച് 6 പോയിന്റോടെ ഇപ്പോൾ ലിവർപൂൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്താണെങ്കിൽ കളിച്ച് 2 കളികളിൽ നിന്ന് ഒറ്റ പോയിന്റുമായിട്ട് ബൊളോഞ്ഞ ഇപ്പോൾ 26-ാം സ്ഥാനത്താണ്. ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റർ